Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം തീരാൻ പോവുകയാണ്. കർത്താവ് തരുന്നെങ്കിൽ പുതിയൊരു വർഷം നമുക്ക് കാണാൻ പറ്റും. നാം ഓരോ മിനിറ്റും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു വരാനുള്ള സമയം വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വചനത്തിന് വിധേയപ്പെട്ട് നാം ഓരോ ദിവസവും ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ റിവൈവൽ ഒരു ഉണർവുണ്ടാകണം. ഈ ദിവസങ്ങളിൽ ഉണങ്ങിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകണം. റിവൈവൽ കംസ് ഫോർ എ പർപ്പസ്. ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഉണർവ് വരുന്നത്. ഒരു പദ്ധതിയില്ലാതെ ഉണർവ് വരുത്തില്ല. ഒരു ഉണർവ് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ചില പദ്ധതികളുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തി 1:8 പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു റിവൈവ്, ഒരു ഉണർവ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ഹൃദയത്തെ ദൈവം റിവൈവ് ചെയ്യുന്നത് നമ്മളൊരു വിക്ടോറിയസ് ജീവിതം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മിൽ ഉണർവ് വന്നിട്ട് നമ്മളിലൂടെ നമ്മുടെ ദേശം മുഴുവനും ഉണർവിൽ എത്തുവാനിടയായിത്തീരണം. Only a revived person can revive the nations. ഉണർവിൻ്റെ അനുഭവത്തിൽ നടക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉണർവ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഉണർവ് കൊണ്ടുവരാൻ പറ്റുകയില്ല. ഉണർവിനെക്കുറിച്ച് ഉള്ള ആഗ്രഹം വരുമ്പോൾ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നൈറ്റ് പ്രയർ നടത്തുന്നു, ജനങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. അത് ഉണർവിലേക്ക് വരുമ്പോഴുള്ള ദാഹമാണ്. എന്നാൽ അനേകരുടെ ജീവിതത്തിൽ ഉണർവിനെ ഉത്സാഹിപ്പിക്കുകയല്ല, ഉണർവിനെ കുത്തിക്കെടുത്തുന്നവരായി തീരുകയാണ്. നമ്മൾ ഉണർവിനെ കുറ്റം പറയുന്നവരും ഉണർവിനെ കുത്തിക്കെടുത്തുന്നവരുമായിരിക്കരുത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണർവിന് വേണ്ടിയുള്ള വലിയൊരു ദാഹവും ഒരു താല്പര്യവും, ഭൂമിയിൽ സുവിശേഷമെത്താത്ത ഇടങ്ങളിൽ സുവിശേഷമെത്താനുള്ള വലിയൊരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കംഫർട്ടിന് വേണ്ടി അല്ല, പേരിനോ പ്രശസ്തിക്കോ വേണ്ടി അല്ല ഉണർവ് കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെ നിറവേറ്റാൻ വേണ്ടിയാണ് ഉണർവ് കൊണ്ടുവരുന്നത്. നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള സമയങ്ങൾ വേസ്റ്റാക്കി കളയാതെ പരിശുദ്ധാത്മാവിനെ സറണ്ടർ ചെയ്ത്, ദൈവവചനത്തിന് സറണ്ടർ ചെയ്ത് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉണർവുള്ള ഒരാൾക്ക് മാത്രമേ ഉണർവ് കൊണ്ടുവരുവാൻ പറ്റുകയുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ഉണർവ് കൊണ്ടുവരുവാൻ ഒരിക്കലും പറ്റുകയില്ല. ഒരു ഉണർവിന് വേണ്ടി ഒരുങ്ങാം. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഈ സമയം ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു ഉണർവ്, വലിയൊരു മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഡിസംബർ മാസം
25, 26, 27 ഈ തീയതികളിൽ പുനലൂർ മെലേക്ക് പ്രയർ മൗണ്ടിൽ വെച്ച് ഒരു വലിയ വിടുതലിന് ശുശ്രൂഷ, ഒരു പ്രോഫറ്റിക്കൽ കോൺഫറൻസ് നടക്കുന്നു. നിങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, നിങ്ങളുടെ തലമുറകൾ ഉണർവിന് വേണ്ടി വരുവാൻ, റിവൈവ് ചെയ്യുവാൻ ആ ദിവസം മറക്കരുത്. ഒരു വെക്കേഷൻ ടൈമാണ്. സമയങ്ങൾ വേസ്റ്റാക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പറഞ്ഞു വിടുക. ഒരു വലിയ ദൈവിക വിടുതൽ നടക്കും. അവരുടെ ജീവിതം മുഴുവനും മാറും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ലവ് യു.